അമൃതേച്ചി എവിടെയടി? കിച്ചണിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ചേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്? പേരുദോഷം കേൾപ്പിക്കരുതെന്നല്ലേ അമൃതേച്ചി പറഞ്ഞുള്ളൂ. അങ്ങനെ വന്നാ ആരുടെയും കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. പിന്നെ ചേച്ചിക്കിപ്പം സ്വന്തം നിലനിൽപ്പും കാര്യങ്ങളുമാണ് പ്രശ്നം. അതിന് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞു വെച്ചത്. അല്ല, അനഘേച്ചി പറയുന്ന എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം കല്യാണത്തിനും ജീവിതത്തിനും ഒരു കുഴപ്പം ഉണ്ടാവുമെന്ന് അമൃതേച്ചി ഭയക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ സുമേഷയുടെ വീട്ടിനകത്തേക്ക് വന്നിട്ടില്ലേ? അഭിയേട്ടൻ അടുക്കള വരെ കയറി വന്നിട്ടില്ലേ? അതൊക്കെ അമൃതേച്ചിയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപല്ലേ. ആ സ്വഭാവമൊക്കെ മാറിപ്പോയി മോളെ. ഇപ്പൊ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് ചേച്ചിയോട് പറയാതെ ഒരിടത്തും പോവാൻ പറ്റില്ല. എവിടെ പോയാലും കൃത്യസമയത്ത് തിരിച്ചെത്തണം. 10 മിനിറ്റ് വൈകിയ പിന്നെ വഴക്കാം. എന്നാ ചേച്ചി എവിടെ പോയാലും നമ്മളോടത് പറയില്ല. ഇന്ന് രാവിലെ ചേച്ചി എവിടെ പോയതായിരുന്നു? ആരോടെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞു. ചേച്ചി പലതും നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളെ ഒഴിവാക്കണമെന്നും ആലോചിക്കുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നും അമൃതേച്ചി ചിന്തിക്കോ പ്രവർത്തിക്കോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ആയിട്ട് നിനക്കിത് മനസ്സിലാവാത്തത് ആരാധി എനിക്ക് അത്ഭുതം. ചേച്ചിയെ കുറിച്ചുള്ള നിന്റെ ധാരണ തെറ്റാ. നീ നോക്കിക്കോ, കല്യാണം കഴിയുമ്പോ അമൃതേച്ചി എങ്ങനെയെങ്കിലും നമ്മളെ ഒഴിവാക്കും. ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് നമ്മളിപ്പോ.